ഹലോ മക്കളെ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. NSMC എക്സാമിന് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എക്സാം വൈ ലേണിംഗ് ദ ഹിന്ദുവുമായി കൊളാബ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ ഒരു അടിപൊളി നാഷണൽ ലെവലിലുള്ള എക്സാം, സയൻസ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി തുടങ്ങിയ ടോപ്പിക്സൊക്കെയാണ് നമ്മളതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ നമുക്ക് സമ്മാനമായിട്ടും സ്കോളർഷിപ്പായിട്ടൊക്കെ നേടാൻ പറ്റുന്ന വലിയ ഒരു ചാൻസാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ക്ലാസ്സിലെ വേറെ ആരെങ്കിലും ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് എഴുതിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. November 1 നമ്മളെ എക്സാം ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ് നടത്തേണ്ടതുണ്ട്. മുഴുവൻ ഡീറ്റെയിൽസും ഓരോ ദിവസത്തെയും അപ്ഡേഷൻസ് നമ്മുടെ എക്സാം വൈ ലേണിങ്ങിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ അതിൽ പറയുന്നുണ്ട്. ആരെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് കാണാം, അത് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സാമിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കയ്യിലൊരു പെൻ ആൻഡ് പേപ്പറൊക്കെ വെക്കുക. കാരണം നമ്മൾ സ്കൂളത്തെ എക്സാമിന് പോലെ ഒറ്റയടിക്ക് എന്ത് ചെയ്യൂല, കൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യൂല, ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്ന രൂപമല്ലല്ലോ ഒരു കോമ്പറ്റീഷൻ എക്സാമിന് ഉണ്ടാവുക. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിന്റ് പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ ഓഫ് കോഴ്സ് ഒരുപാട് പുതിയ പോയിന്റ്സ് ഉണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ നിന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ NSMC എക്സാമിന് ഒരുപക്ഷെ അപ്ലൈ ചെയ്യേണ്ടി വരും. റെഡി, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യാം, വീഡിയോ നിങ്ങൾ സാവധാനത്തിലാണ് കാണുന്നതെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക. വെറുതെ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആൻസർ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് എടുത്തു നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് ആറ്റവുമായി റിലേറ്റ് ചെയ്തിട്ട് കോളം എയിൽ ഒരുപാട് സയൻറ്റിസ്റ്റുമാരുടെ നെയിം കാണുന്നുണ്ട്. അതേപോലെ തന്നെ കോളം ബിയിൽ അവരുടെ പ്രധാനപ്പെട്ട ചില ഡിസ്കവറീസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെരിമെൻറ്റുകളുടെ പേരുകളും കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലെ കറക്റ്റായിട്ട് ഇതിനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കിട്ടുന്നുണ്ടോ, ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ, യെസ്. നമ്മളെ ഗോൾഡ് സ്റ്റീൻ ആയിരുന്നു അല്ലേ കനാൽ റൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റെഡി, യെസ്. ദെൻ കനാൽ റൈസ് ആരായിരുന്നു, നമ്മളെ പ്രോട്ടോൺ ആയിരുന്നു കേട്ടോ. ഓക്കെ, കാഥോഡ് റൈസ് നമുക്കറിയാം ഇലക്ട്രോണുമായി റിലേറ്റ് ചെയ്തിട്ട് ജെ തോംസൺ നടത്തിയതായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ നമ്മളെ ഗോൾഡ് സ്റ്റീൻ ആണ് ചെയ്യുന്നത് കനാൽ റൈസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദെൻ മോസ്ലി നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്, അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ, മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു നീൽസ് ബോർ ആണ് എനർജി ഷെൽസ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറ്റോമിക് സ്ട്രക്ചറുമായി റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മില്ലിക്കൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചതല്ല, ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചത്. ആ എക്സ്പെരിമെൻ്റ് പേരായിരുന്നു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ A2B3C4 അല്ലേ, ഏതായിരിക്കും വരുന്നുണ്ടാവുക, A2B3C4D1 ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അറിയാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റണം കേട്ടോ. ഇതിലിപ്പോൾ മില്ലിക്കൺ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചോ, എങ്കിൽ പോലും ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടിക്കൂടെ? ഓഫ് കോഴ്സ് കിട്ടും. റെഡി, ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ ന്യൂട്രോൺ ഈസ് കറക്റ്റ്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്കൂൾ ലെവലിലുള്ള ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്രോണിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ന്യൂട്രോണുമായി റിലേറ്റ് ചെയ്തിട്ട് ഹാവ് മാസ് ഉണ്ട്, ഹാവ് ചാർജ് ലൊക്കേറ്റഡ് ഇൻ ദ ഷെല്ലിലാണോ ന്യൂട്രോൺ ഉള്ളത്? അതേതായാലും അല്ല. ഓക്കെ, no mass have charge located in shell, no mass no charge located in nucleus, have mass no charge located in the nucleus. ഏതായിരുന്നു കറക്റ്റ് ആൻസർ? യെസ്, അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി അല്ലേ. ഈ പറഞ്ഞ ന്യൂട്രോൺ എന്തില്ല, ന്യൂട്രോണിന് ഡി അല്ല, യെസ് ഡി തന്നെ കറക്റ്റ്. ന്യൂട്രോണിന് എന്തുണ്ട്, മാസ് ഉണ്ട്, ബട്ട് നോ ചാർജ് ആണ് അല്ലേ, 0 ചാർജാണ്. അതേപോലെ ന്യൂക്ലിയസിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണിനെ കുറിച്ച് ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പ്രോട്ടോണിന് ചാർജ് ഉണ്ട് +1, ഇലക്ട്രോണിന് ചാർജ് ഉണ്ട് -1. പ്രോട്ടോണിന് മാസ് ഉണ്ട് 1 അറ്റോമിക് മാസ് യൂണിറ്റിന് ഈക്വൽ ആണ്. ഇലക്ട്രോണിന് മാസ് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, നെഗ്ലിജിബിൾ പറഞ്ഞാൽ തീരില്ല എന്നുള്ള മീനിങ് അല്ല, അല്ലേ,
എന്തുണ്ട് 1834. അത്രയും പ്രോട്ടോണിനെ കമ്പയർ ചെയ്യുമ്പോൾ മാസ് കുറവാണ്. റെഡി. ദെൻ ന്യൂട്രോണിന് എന്തുണ്ട്, മാസ് ഉണ്ട് ഈക്വൽ ടു ദ പ്രോട്ടോൺ. ഓക്കെ, ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അല്ലേ, പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയസ് ആണ്, നമ്മുടെ ഇലക്ട്രോൺ ഓർബിറ്റിലാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യണടാ നമ്മൾ മസ്റ്റായിട്ട് അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. ഇനി നമ്മൾ അറ്റോമിക് മോഡലുമായിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഇത് ഏത് ടോപ്പിക് എഴുതുന്ന ഓർമ്മ ഇടണട്ടാ. ഇതിപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ആയതുകൊണ്ട് അത് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. ബട്ട് അതിൽ തന്നെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലേ. ആറ്റം മോഡൽസ് ഉണ്ടായിരുന്നു അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ആറ്റം മോഡൽസ്, ആ എക്സ്പെരിമെൻറ്റ്, ആ സയൻറ്റിസ്റ്റുമാർ, ആ സബ് അറ്റോമിക് പാർട്ടിക്കിൾ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ അല്ലേ. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ പഠിച്ചത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, വാലൻസി, അതേപോലെ തന്നെ അതിൻ്റെ ചാർജുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോണ്, ഇങ്ങനെയൊക്കെയുള്ള ആ ടോപ്പിക്സിന് എന്ത് ചെയ്യണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലെ ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ തോംസൺ മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. മാസ് ഓഫ് ആറ്റം ഈസ് അസ്യൂംഡ് ടു ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ആറ്റം. ജെ തോംസണിൻ്റെ മോഡലാണ്. ജെ തോംസൺ എന്തായിരുന്നു മോഡൽ? ഓർമ്മ ഉണ്ടോ? പ്ലം പുഡിംഗ് മോഡൽ. ഓർമ്മ ഉണ്ടോ? നമ്മൾ ആറ്റത്തെ ഒരു പുഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പുഡിങ്ങിനകത്തുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്ലംസ് ആണ് എന്ത്, ഈ പറഞ്ഞ ഇലക്ട്രോൺ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മാസ് ഓഫ് ദ ആറ്റം ഈസ് അസ്യൂംഡ് ടു ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ആറ്റം. ഓക്കെ, ദെൻ പോസിറ്റീവ് ചാർജ് ഈസ് അസ്യൂംഡ് ടു ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ആറ്റം. Electrons are uniformly distributed to the positively charged sphere. The electrons attracted each other to stabilize the atom. ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റായിട്ട് വരിക? അവസാനത്തെ നോക്കിക്കേ, ഇലക്ട്രോൺസ് അട്രാക്റ്റഡ് ആണോ? അപ്പോൾ അതേതായാലും അല്ല. ഓക്കെ, എന്നാലോ ബാക്കിയുള്ള മൂന്നും കറക്റ്റാണ് കേട്ടോ. മാസ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള സ്ഫിയർ ആയിട്ടാണ് ആറ്റം ഉള്ളത്. അതിൽ ഇലക്ട്രോണുകളെ ഈക്വലി എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജെ തോംസൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് തെറ്റാണെന്ന് ചെയ്തു അല്ലേ. നമ്മുടെ പ്രോട്ടോൺ ന്യൂക്ലിയസിലാണെന്ന് കണ്ടെത്തിയോട് കൂടിയിട്ട് ഈ പറഞ്ഞ ജെ തോംസന്റെ മോഡൽ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു എന്ന് അറിയാം. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 1, 2 and 3 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന ജെ തോംസണിൻ്റെ ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കാം. റെഡി. Which postulate represent the fundamental difference between Bohr model and earlier Rutherford model? Bohr മോഡലും നമ്മൾ റൂദർഫോർഡ് മോഡലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോൺ പാത്ത് ഈസ് ഡിഫൈൻഡ് ബൈ എ സർക്കുലാർ ഓർബിറ്റ്, അതാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ആറ്റം ഈസ് ഓവറോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇലക്ട്രോൺസ് ഡു നോട്ട് റേഡിയേറ്റ് എനർജി വെൻ ഇൻ സ്പെസിഫിക് സ്റ്റേഷനറി ഓർബിറ്റ്. The atom contains central massive positively charged nucleus. ആരൊക്കെ തമ്മിലുള്ളതാണ്? ജെ തോംസൺ അല്ല, ഇവിടെ റൂദർഫോർഡും. നമ്മുടെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പേര് എന്തായിരുന്നുടാ? ഓർമ്മയുണ്ടോ? റൂദർഫോർഡിൻ്റെ മോഡൽ എന്തായിരുന്നു? നമ്മളെ സോളാർ സിസ്റ്റം മോഡൽ അല്ലേ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു അല്ലേ, നമ്മളെ പ്ലാനറ്റ്സ് ഒക്കെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് പോലെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നാണ് നമ്മളെ ആര് പറഞ്ഞത്? റൂദർഫോർഡ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൂദർഫോർഡ്. ഓക്കെ, അതിൽ നിന്നും ചെറിയ ഡിഫറൻസേ ആർക്കുള്ളൂ? നമ്മളെ ഈ പറഞ്ഞ മോഡേൺ അല്ലെങ്കിൽ ബോർ മോഡൽ അറ്റോമിക് മോഡലിനുള്ളൂ അല്ലേ. അപ്പോൾ ഈ റൂദർഫോർഡിന് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഇതിൽ ഇലക്ട്രോണുകൾ സ്പീഡായിട്ട് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകളുടെ എനർജി കുറയുകയും അവസാനം അത് ചെന്ന് ന്യൂക്ലിയസിൽ ചെന്ന് ഹിറ്റ് ചെയ്യും അല്ലേ. ഇതിങ്ങനെ കറങ്ങി അവസാനം സെൻട്രലിലുള്ള ന്യൂക്ലിയസിനെ ഹിറ്റ് ചെയ്യും എന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? നമ്മളെ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് ബോർ പറഞ്ഞത് ഇങ്ങനെ എനർജി കുറയുന്ന പരിപാടിയില്ല. കാരണം എന്തേ? എനർജി ഫിക്സ്ഡ് ആണ്. ഇലക്ട്രോൺ ഡു നോട്ട് റേഡിയേറ്റ് എനർജി വെൻ ഇറ്റ് സ്പെസിഫിക് സ്റ്റേഷനറി ഓർബിറ്റ്. ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ അഥവാ ഷെല്ലിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ എനർജി കൂടുകയും ചെയ്യൂല
കുറയുകയും ചെയ്യൂല. എനർജി എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും ഇൻ ആൻ ഷെൽ ഓർ ഓർബിറ്റ് എന്നുള്ളത് നമ്മുടെ റൂദർഫോർഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നീൽസ് ബോർ എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് പോയിന്റ്. ബാക്കി നമുക്കറിയാം റൂദർഫോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ ഈ പറഞ്ഞ ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നുണ്ട്. സർക്കുലർ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ആരും പറഞ്ഞിട്ടുണ്ട്? റൂദർഫോർഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മുടെ റൂദർഫോർഡിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ബോറിൻ്റെയും ആറ്റം മോഡലുകൾ. ഇതൊക്കെ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ട് നമ്മൾ പലയിടത്തായിട്ട് പഠിച്ചതാണ്. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ദീസ് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് അറ്റോമിക് മോഡൽ അല്ലേ? 1911 അത് പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ അതിൽ ഈ പറഞ്ഞ രൂപത്തിലെ ലിമിറ്റേഷൻ എന്തായിരുന്നു? കുഡിൻറ്റ് എക്സ്പ്ലെയിൻ വൈ റിവോൾവിംഗ് ഇലക്ട്രോൺ ഡു നോട്ട് ലൂസ് എനർജി ആൻഡ് ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഇങ്ങനെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ എനർജി ലൂസായി അവസാനം അത് ന്യൂക്ലിയസിൽ ചെന്ന് ഹിറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പാവം നമ്മുടെ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അപ്പോഴെന്ത് പറഞ്ഞത്? ഈ പറഞ്ഞ ബോറ് അതുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞത് അല്ലേ? ഡു നോട്ട് റേഡിയേറ്റ് എനർജി വൈൽ മൂവിങ് ഇൻ ദ പെർമിറ്റഡ് ഓർബിറ്റ്. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ഒരു ഷെല്ലിൽ നിന്ന് അനദർ ഷെല്ലിലേക്ക് പോകണമെങ്കിലോ, ഒരു ഷെല്ലിൽ നിന്ന് അനദർ ഷെല്ലിലേക്ക് പോവുകയാണെങ്കിൽ മൂവ് ടു ദ ഹയർ ഓർബിറ്റ്. എന്ത് ചെയ്യും? അത് നെക്സ്റ്റ് ഹയർ ഓർബിറ്റിലേക്ക്. ഇപ്പോൾ കെ ഷെല്ലിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്താൽ അല്ലേ എൽ ഷെല്ലിലേക്ക് മൂവ് ചെയ്യും. എന്നാൽ എം ഷെല്ലിൽ നിന്നും അത് എൽ ഷെല്ലിലേക്ക് അല്ലെങ്കിൽ കെ ഷെല്ലിലേക്ക് പോവുകയാണെങ്കിലോ എനർജി റിലീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചതിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് കൂടി പഠിക്കുന്ന രൂപത്തിലാണ് നമ്മളെ ഭാവിയിലുള്ള എല്ലാ കോമ്പറ്റീഷൻ എക്സാമുകളും വരിക. ഓക്കെ, നമ്മൾ NSMC എന്ന് മാത്രമല്ല നമുക്കുള്ള ഒളിമ്പ്യാഡ് എക്സാമുകളൊക്കെ, ഇപ്പോൾ എക്സാം വൈ ലേണിംഗ് ഒക്കെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്ക് വളരെ ഈസിയാണ്. കാരണം അവർ ഇതിനുമായി ബന്ധപ്പെട്ട എനർജി അബ്സോർബ് ആണോ, എനർജി റിലീസാണോ, എത്രത്തോളം എനർജി അത് അബ്സോർബ് റിലീസും ചെയ്യുന്നുണ്ട്, അപ്പോൾ എവിടുന്ന് എങ്ങോട്ടായിരിക്കും ജമ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ പഠിച്ചു പോകുന്നുണ്ട്. അത് പഠിക്കുന്നൊരു കുട്ടിക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ തീർച്ചയായിട്ടും അവർക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ഒരു NSMC എന്ന് മാത്രമല്ല, ഒരുപാട് എക്സാമുകൾക്ക് നമ്മൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും റാങ്ക് ലിസ്റ്റ് സിസ്റ്റവും അതേപോലെയുള്ള ക്ലാസ്സസൊക്കെ നല്ല IITians NITians ഒക്കെ നയിക്കുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ ആൻഡ് ഡീപ്പർ ആൻഡ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുക? കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ. അപ്പോൾ അതിന് താഴെയുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. +1 +2 എത്തുമ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും. കാരണം അവിടെ പഠിച്ച അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് +1 +2ലേക്കുള്ള ഒരു ഈസി വേ കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ എന്ത് ചെയ്യണം? സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. ദ അയോൺ ഓഫ് ആൻ എലമെൻറ്റ് ഹാസ് 3 പോസിറ്റീവ് ചാർജസ്. Mass number of the atom is 27 and the number of neutron is 14. What is the number of electron in the ion? That is the question. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വായുവിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, വായുവിൽ ഇങ്ങനെ ചെയ്യരുത്. നേരെ മറിച്ച് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു അയോൺ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ അയോണിൻ്റെ പ്രത്യേകത അല്ലേ? അയോണിൻ്റെ പ്രത്യേകത എന്തായാലും അതിന് ചാർജ് ഉണ്ടാവും. എത്ര ചാർജാണ്? 3 പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് എടുക്കാം, ആറ്റത്തിൻ്റെ സിമ്പിൾ എക്സ് ആണ്. അപ്പോൾ 3 പോസിറ്റീവ് എന്ന് പറയുമ്പോൾ x3+ ആണ്. മാസ് നമ്പർ എത്രയാണ്? 27 ആണ്. ന്യൂട്രോണ് 14 ആണ്. ഓക്കെ, അപ്പോൾ മാസ് നമ്പർ 27ഉം ന്യൂട്രോണ് 14ഉം. അപ്പോൾ ഇതിന് എന്ത് കിട്ടി? നമുക്ക് പ്രോട്ടോൺ കിട്ടിയില്ലേ? കാരണം പ്രോട്ടോണും ന്യൂട്രോണും കൂടി ആഡ് ചെയ്താലല്ലേ 27 കിട്ടുക. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ആഡ് ചെയ്താൽ 27. അപ്പോൾ പ്രോട്ടോൺ എത്രയാണ്? ഓഫ് കോഴ്സ് 13 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ അയോൺ? അയോണിലുള്ള ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പറാണ്, അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോൺ ആണ് 13. ഇതിൽ നിന്നും 3 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ 3 പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ 3 ഇലക്ട്രോൺ പോയാലോ അയാൾക്ക് ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ? 10 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഇത് ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക? അലുമിനിയം വെച്ച് നോക്കിയാൽ മതി. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അലുമിനിയം 3+ പോയി. അലുമിനിയത്തിൻ്റെ മാസ് നമ്പർ 27 ആണ്. ഓക്കെ, അലുമിനിയം 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ
അല്ലേ, പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ 10 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം മാസ് നമ്പർ ആണ് എപ്പോഴും മുകളിൽ എഴുതുക. അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അത് താഴെയായിട്ടാണ് എഴുതുന്നുണ്ടാവുക. അതേപോലെ തന്നെ എലമെൻറ്റിൻ്റെ സിമ്പൽ ഇത് വെച്ചിട്ടുള്ള അറ്റോമിക് നമ്പർ വെച്ചുകൊണ്ട് തന്നെ മാസ് നമ്പറും വെച്ചുകൊണ്ട് തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. അത് ചിലപ്പോൾ 3+ അല്ലെങ്കിൽ 2+, അല്ലെങ്കിൽ എന്താ പറയുക 2-, ഇങ്ങനെയൊക്കെ കണ്ടാലും എത്ര ഇലക്ട്രോൺ അതിലുണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം കേട്ടോ. Mg2+ ആണ് അറ്റോമിക് നമ്പർ 12, മാസ് നമ്പർ 24. അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, Mg മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? ഓഫ് കോഴ്സ് 10 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 10 ഇലക്ട്രോൺ ഉള്ളത് ഓപ്ഷനിൽ തന്നെ വളരെ എളുപ്പമാണ്. ഏതാണ്? ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒറ്റ ഒരു ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. 12 പ്രോട്ടോൺസ് ഉണ്ട്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ ന്യൂട്രോൺ കിട്ടും. 24-ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ 12 കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, the metal ion with the total number of electron same as sulfur 2- is. ഒരു മെറ്റൽ അയോൺ ആണ്, അയാളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ സൾഫർ 2- ആണ്. സൾഫർ എത്രാമത്തെ ആളാടാ? 16. ആദ്യത്തെ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 എലമെൻസിനൊക്കെ നമ്മൾ മസ്റ്റായിട്ട് അറ്റോമിക് നമ്പർ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ എക്സാൻവൈയുടെ മെയിൻ ചാനലിൽ തന്നെ എന്ത് ചെയ്യുക, എക്സാൻവൈ ലേണിംഗ് പീരിയോഡിക് ടേബിൾ ഈസി ട്രിക്ക് നടിച്ചു കൊടുത്താൽ ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഓക്കെ, മോർ ദാൻ 1.25 ലാക്ക് ആൾക്കാർ കണ്ടൊരു വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ ഒരുപാട് എലമെൻസുകളെ ഈസി ട്രിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, ഹൈ ഹീലി BBC ന്യൂസ് ഓഫാക്കിയോ നീ, ആദ്യത്തെ 10 പേരായി. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അതാണ് ഹൈ ഹീലി. BBC ന്യൂസ് ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഓഫാക്കിയോ, ഓക്സിജൻ, ഫ്ലൂറിൻ, നീ ആരാണ്? നിയോൺ ആണ്. 11 മുതൽ 20 വരെ പഠിക്കാൻ വേണ്ടി സോഡ മാഗി അലമാരയിൽ സിലിക്കൺ പാത്രത്തിൽ സൂക്ഷിക്കാൻ ക്ലാരയും പൊട്ടനും കാത്തിരുന്നു. സോഡ സോഡിയം, മാഗി മഗ്നീഷ്യം, അലമാരയിൽ അലുമിനിയം, സിലിക്കൺ പാത്രത്തിൽ സിലിക്കണും ഫോസ്ഫറസും സൂക്ഷിക്കാൻ, അതാണ് ആര്? സൾഫർ 16. ഓക്കെ, ക്ലാര ക്ലോറിൻ ആൻഡ് ആർഗൺ, പൊട്ടാഷ്യം 19th എലമെൻ്റ് ആണ്, കാത്തിരുന്നു കാൽഷ്യമാണ് 20th എലമെൻ്റ് ആണ്. അപ്പോൾ സൾഫർ 2- എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് എപ്പോഴുണ്ടാവുക ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓൾറെഡി 16 ഇലക്ട്രോൺ ഉണ്ട്, അതിലേക്ക് 2 ഇലക്ട്രോൺ കൂടി വന്നാൽ ടോട്ടൽ എത്രയായി? 18 ഇലക്ട്രോൺ ആയി. 18 ഇലക്ട്രോൺ ഈക്വൽ ആയിട്ടുള്ളതിൽ ആരാണ്? സോഡിയം എത്രാമത്തെ ആടാ? 11 ആണ് അല്ലേ, സോഡിയം 11 ആണ്. കാൽഷ്യോ 20 ആണ്. അപ്പോൾ ചാർജ് നോക്കിക്കേ, 22+. 20-ൽ നിന്നും 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്തായി? 18 ഇലക്ട്രോൺ. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മഗ്നീഷ്യം ആണെങ്കിലോ 12+12 2 ഇലക്ട്രോൺ പോയാലോ 10 ഇലക്ട്രോൺസേ കിട്ടുള്ളൂ. സിങ്ക് 30 ആണ്, അതിൽ നിന്നും 2 ഇലക്ട്രോൺ പോയാൽ 28 ഇലക്ട്രോണേ കിട്ടുള്ളൂ. റെഡി? സോ ബി ആയിരിക്കും ഈ ആഗസ്റ്റിൻ്റെ ആൻസറായിട്ട് വരുന്നുണ്ടാവുക. കാരണം എന്താ, രണ്ടുപേർക്കും 18 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? 18 ഇലക്ട്രോൺസ് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ ആർഗൺ 40 ആൻഡ് സോഡിയം 23 ആറ്റംസ് ഈസ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും മക്കളെ? വേഗത്തിലൊന്ന് ആൻസർ പറഞ്ഞേടാ. ഒന്ന് കറക്റ്റായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് ആൻസർ പറഞ്ഞു. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും വരുന്നുണ്ടാവുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണം ചോദിച്ചത്. ന്യൂട്രോൺ. ഓക്കെ, ആർഗൺ 40 ആണ്. ആർഗൺ എത്രാമത്തെ ആളായിരുന്നു? ക്ലാരയും അല്ലേ, ക്ലോറിൻ 17, ആർഗൺ 18 അല്ലേ. ക്ലാരയും പൊട്ടനും കാത്തിരുന്നു, ഓർമ്മല്ലേ? ക്ലോറിൻ 18. ഓക്കെ, അയാളുടെ 40 ആണ്. സോഡിയം സോഡാ മാഗി 11 ആണ് അല്ലേ, മാസ് നമ്പർ 23 അല്ലേ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ, 40 മൈനസ് 18, 23 മൈനസ് 11. ഇവിടെ 22 വരും, ഇവിടെയും എത്ര വരും? 12 വരും. 22ഉം 12ഉം കൂടി ടോട്ടൽ ആഡ് ചെയ്താൽ 22ഉം 12ഉം കൂടി ടോട്ടൽ ആഡ് ചെയ്താൽ 34. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒന്നാലോചിച്ചാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാനും കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഐസോടോപ്പ്? ഇതിൽ ആരൊക്കെയാണ് ഐസോടോപ്പ്? ഓക്സിജനും ഓസോണും ഐസോടോപ്പാണോ? അല്ല, ഓക്സിജൻ O2, ഓസോണോ O3. ഓക്കെ, ഐസ് ആൻഡ് സ്റ്റീം രണ്ടും H2O ആണ് അല്ലേ. ഒന്ന് സോളിഡ് ആണ്, ഒന്ന് ഗ്യാസ് ആണ്. നൈട്രിക് ഓക്സൈഡും വാട്ടറും അല്ലേ, ഒന്ന് NO ആണ്, ഒന്ന് H2O ആണ്. ഹൈഡ്രജനും ഡ്യൂട്ടീരിയവും
ഹൈഡ്രജൻ ആരാ 1H1 അല്ലേ 1H1. മറ്റാളോ ഡ്യൂട്ടീരിയോ 1H2. പ്രോട്ടിയമാണ് ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഐസോട്ടോപ്പ്. ഡ്യൂട്ടീരിയം അനദർ ഐസോട്ടോപ്പാണ്. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ് ഏതൊക്കെയായിരുന്നുണ്ട്? ഹൈഡ്രജൻ ഐസോട്ടോപ്പ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതായിരുന്നു ഐസോട്ടോപ്പുകൾ അല്ലേ. ഹൈഡ്രജൻ മാത്രമാണ് ഐസോട്ടോപ്പ് ഇല്ല, കാർബൺ ഉണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഐസോബാർ എന്താ? ഐസോട്ടോപ്പിന് നേരെ ഓപ്പോസിറ്റ്. സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. കണ്ടോ നിങ്ങൾ, രണ്ടുപേർക്കും സെയിം മാസ് നമ്പറാണ് ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറാണ്. എന്താ ഐസോട്ടോണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ന്യൂട്രോൺ കിട്ടും. നോക്കൂ, 16 - 8 8ആണ് കിട്ടുക. 14 - 6 8ആണ് കിട്ടുക. രണ്ടുപേർക്കും 8 കിട്ടുന്നതിനാൽ ദേ ആർ ഐസോട്ടോൺസ്. റെഡി? അപ്പോൾ അത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഇതൊരു നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഒന്ന് ആൻസർ പറയാൻ പറ്റുമോ? ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. നേരത്തെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നു, അത് വെച്ച് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ കണ്ടുപിടിച്ചു. ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണൊക്കെ തന്നു, അത് വെച്ചിട്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഐസോട്ടോപ്പ് ആണോ ഐസോബാർ ആണോ എന്നൊക്കെ കറക്റ്റ് പറയാൻ പറ്റും. ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. നോക്കിക്കേ, എക്സിൻ്റെ അറ്റോമിക് നമ്പർ എത്ര വരിക? 8. മാസ് നമ്പറോ 8 + 8 എത്ര കിട്ടും? 16. വൈ പറഞ്ഞ് വൈൻ്റേത് 7 ആണ്. 7 + 9 16. സെഡ് പറഞ്ഞിരിക്കുക 7 തന്നെയാണ് അല്ലേ. 7 + 9 16. അപ്പോൾ വൈയും സെഡും ഈക്വൽ ആണോ? വൈയും സെഡും ഇത് തന്നിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈക്വലാണ്. ബട്ട് എന്തുണ്ട്? ഇലക്ട്രോണിൻ്റെ നമ്പർ ഒന്ന് കുറവുണ്ട്. എവിടെ? സെഡിൽ. അപ്പോൾ സെഡ് ശരിക്കാരാണ് പ്ലസ് ആണ്. സെഡ് പ്ലസ് ആണ്. 1 ഇലക്ട്രോൺ അവിടെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, ഈ പറഞ്ഞതിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എക്സ് ആൻഡ് വൈ ആർ ഐസോട്ടോപ്പ്. എക്സും വൈയും ഐസോട്ടോപ്പാണ്. ആണോ? സെയിം അറ്റോമിക് നമ്പർ ആണോ? അല്ല. അപ്പോൾ അത് പറ്റൂല അല്ലേ. എക്സ് ആൻഡ് വൈ ആർ ഐസോബാർ ആണ്. ഐസോബാർ അല്ലേ? ഐസോബാർ ആണ്. സെയിം മാസ് ആണ് ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആണ്. ദേ ആർ ഐസോബാർ. ദാറ്റ് ഈസ് ദ റൈറ്റ് വൺ. സെഡ് ഈസ് ആൻ അയോൺ ഓഫ് വൈ. സെഡ് എന്ന് പറയുന്നത് വൈൻ്റെ അയോൺ ആണ് അല്ലേ. സെയിം അറ്റോമിക് നമ്പറാണ്, മാസ് നമ്പറും സെയിം ആണ്. ബട്ട് ആരുടെ എണ്ണം ഡിഫറെൻറ്റ്? അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഡിഫറെൻറ്റ്. സോ സെഡ് എന്ന് പറയുന്നത് വൈയുടെ ഒരു ഐസോബാർ ആണ്. സോ ആൻസർ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെച്ച് ഒരു ക്വസ്റ്റ്യനെ വളരെ എന്ത് ചെയ്യുക, ആ കൺസെപ്റ്റ് നമ്മൾ ഒന്ന് എഴുതി നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ എന്ത് ചെയ്യണടാ നമുക്ക് കഴിയണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് NSMC പോലെയുള്ള ഏത് ക്വസ്റ്റ്യൻസുകൾ വന്നാലും എക്സാമുകൾ വന്നാലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത് ഇതിൽ ആരൊക്കെയാണ്? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് കാർബൺ 14, P31, കൊബാൾട്ട് CO60, അയോഡിൻ I131. ഏതായിരിക്കും ആൻസർ വരിക? യെസ്, നമ്മൾ ആൻസർ ഏതാണ് വരിക? ഓരോ ഐസോട്ടോപ്പിനും അതിൻ്റെ യൂസസ് പഠിച്ചേക്കണം. ഏതൊക്കെയായിരുന്നു യൂസസ്? കാർബൺ 14 അല്ലേ, ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ. ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് ട്രേസറായിട്ട്. യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവലായിട്ട്. കൊബാൾട്ട് 60 ആണ് എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അയോഡിൻ ആണെങ്കിലോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗൂറ്റർ. ഫോസ്ഫറസ് ആണെങ്കിൽ ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ ഏതായിരിക്കും നമ്മൾ ആൻസർ വരിക? കൊബാൾട്ട് 16. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. The electronic configuration of ion M2+ is 2814. 2814. If its mass is 56, number of neutron in its nucleus is dash. 30, 32, 34, 42. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എനിക്ക് അറിയാത്ത എന്തൊക്കെയോ വലിയ ആനക്കാരിയാണ് പറയുന്നതെന്ന് വിചാരിക്കും. ഒന്ന് എഴുതി നോക്കിയാലോ ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എം എന്ന് പറയുന്ന ആളാണ്, അയാൾക്ക് 2+ ആണ്. ഓക്കെ, ഇനി 2, 2, 8, 14. എടാ 2+ എന്ന് പറഞ്ഞാലോ
ഒരു 2 ഇലക്ട്രോൺ കൂടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും എന്ത് വരില്ല, മോർ ദാൻ 8 ഇലക്ട്രോൺ വരില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 14 എന്തല്ല ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലല്ലടാ. ഈ 14 ഔട്ടർ മോസ്റ്റ് ഷെല്ലാവുമോ? ഒരിക്കലും ആവില്ല. കാരണം 2 ഇലക്ട്രോൺ കൂടി വന്നാൽ 16 ആണ് കിട്ടുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 പുറത്തേ പോകില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, അപ്പുറത്ത് ഒരു 2 ഇലക്ട്രോൺ ഉണ്ടാകും. 4th ഷെല്ലിൽ ഒരു 2 ഇലക്ട്രോൺ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ബട്ട് ഈ 2 ഇലക്ട്രോൺ ആണ് അവിടുന്ന് റിമൂവ് ആയിപ്പോയത്. അതുകൊണ്ടാണ് ഇയാൾ M2+ ആയത്. അപ്പോൾ 2 8 14 2 എന്നാണ് എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക. റെഡി? ഓക്കെ, എങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ് ക്വസ്റ്റ്യൻ. മാസ് നമ്പർ എത്ര കിട്ടി? 56. മാസ് നമ്പർ 56. അറ്റോമിക് നമ്പർ നമുക്ക് ഫൈൻഡ് ചെയ്യാം. 2ഉം 8ഉം 10, 10ഉം 14ഉം 24, 24ഉം 2ഉം 26. സോ 26 56 M എന്ന് പറയുന്ന ആളുടേതാണ്. എങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 56 56 മൈനസ് 26 എത്ര കിട്ടൂടാ? 30 കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എബോ 20 അറ്റോമിക് നമ്പർ വരുന്ന ആളുകളാണെങ്കിൽ, എബോ 20 അറ്റോമിക് നമ്പർ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലേ. ഇപ്പോൾ പൊട്ടാഷ്യമാണ് അല്ലെങ്കിൽ കാൽഷ്യക്ക് എങ്ങനെ ഇതിൽ 2 8 10 ആണോ എഴുതുക? അല്ല അല്ലേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും എന്ത് വരില്ല, ഈ പറഞ്ഞ രൂപത്തിൽ 2 8 10 വരില്ല. നേരെ മറിച്ച് എങ്ങനെ വരുന്നത് 2 8 8 2. ദാറ്റ് ഈസ് ദ റൈറ്റ് വൺ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അറ്റോമിക് നമ്പറുകളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക മോർ ദാൻ 18 അറ്റോമിക് നമ്പറിന് മുകളിലാണെങ്കിൽ എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു 2 ഇലക്ട്രോൺ ഉണ്ടാകും. ഓക്കെ, അതിൽ തന്നെ ചില എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രോമിയവും കോപ്പറും അവരുടേത് മാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും. അപ് ടു 30 സിങ്ക് വരെ 30ാമത്തെ എലമെൻറ്റ് വരെ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിങ്കിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരുന്നുണ്ടാവുക? 2 8 18 2 ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ വെറുതെ എഴുതി നോക്കിയിരുന്നു. ഓക്കെ, സ്കാൻഡിയം 21 എടുക്കുകയാണെങ്കിലോ 21th എലമെൻ്റ് ആണെങ്കിലോ 2 8 എത്ര വരും? 2 8. ഇവിടെ ഇപ്പോഴും 2 തന്നെ വരുന്നുണ്ടാവുക. ബാക്കി എത്ര ഉണ്ടാവുക? 9 ആയിരിക്കും ഉണ്ടാവുക. ഈ രൂപത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു 30 വരെയൊക്കെ എന്ത് ചെയ്യണം, നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. റെഡി? ഓക്കെ, ദ സ്കീമാറ്റിക് സ്ട്രക്ചർ ഓഫ് ദ 3 elements give P12 electron, Q10 electron or 15 electron. Which statement is correct one? ഓക്കെ, ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ P12 ആണ്, Q10 ആണ്, R എത്ര വന്നത് 15 ആണ്. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് എല്ലായിടത്തും പറഞ്ഞത്. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. റെഡി? എങ്കിൽ Q കമ്പൈൻസ് റെഡിലി വിത്ത് P. Q എന്ത് ചെയ്യുന്നു? Pയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എടാ, ഇത് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതെന്താ അറിയോ? എന്താ ഇതിൻ്റെ റിയൽ ആറ്റംസ് ആലോചിക്കുക. 12th എലമെൻ്റ് ആരാ? നമ്മുടെ മെഗ്നീഷ്യം അല്ലേ. മെഗ്നീഷ്യമാണ് ഇയാൾ. Q10 ആരാ? നിയോൺ ആണ്. ആരാ? ഫോസ്ഫറസ് ആണ്. 15th എലമെൻറ്റ്. സോഡ മാഗി അലമാരിൽ സിലിക്കൺ പാത്രമാണ്. റെഡി? ഫോസ്ഫറസ്. നിയോൺ എപ്പോഴെങ്കിലും കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമോ? ഓൾറെഡി സ്റ്റേബിൾ അല്ലേ, നോബിൾ ഗ്യാസ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവില്ല. P ആൻഡ് Q, P ആൻഡ് R, Pയും Rഉം കമ്പൈൻ ചെയ്തും P3R കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, P3R. P ഫോസ്ഫറസിൻ്റെത് 12 ഇലക്ട്രോൺ അല്ലേ. 12 ഇലക്ട്രോൺ ആകുമ്പോൾ 2 8 2. സോ 2 ഈസ് ദ വാലൻസി. ഇനി ഇവിടെ 15 ഇലക്ട്രോൺ അല്ലേ, 6 2 8 5. 2 8 5 ഇയാളും ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന് 5 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും -3 അല്ലേ അതിൻ്റെ വാലൻസി എന്ന് നമ്മൾ വിചാരിക്കും. -3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ. -3 ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. ബട്ട് ഫോസ്ഫറസിന് +5 കാണിക്കാനുള്ള എബിലിറ്റിയുമുണ്ട്. എങ്ങനെ? ഫോസ്ഫറസിന് -3 ഇലക്ട്രോൺ ചിലപ്പോൾ വാലൻസി ആയിട്ട് വരാം, +5 അഥവാ 3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന വരാം 5 ഇലക്ട്രോൺ കൊടുക്കാനുള്ള കപ്പാസിറ്റിയുമുണ്ട്. അത് ഫോസ്ഫറസിൻ്റെ ഒരു എക്സെപ്ഷൻ കേസാണ് കേട്ടോ. ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും അങ്ങനെ ആണെന്ന് ഒരു നിർബന്ധമില്ല. റെഡി? അപ്പോൾ ഇയാളെന്ത് വരുന്നുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാം. ഇനി എന്ത് ചെയ്യും? ഈ പറയുന്ന രൂപത്തിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുക? P3 R2 ഇങ്ങനെയാണ് വരുന്നത്. P3 R2 അങ്ങനെയാണ് വന്നത്? അല്ലല്ലോ, ഒരിക്കലുമല്ലോ. P3R എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
R2 ഉണ്ടെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. എന്നാലോ അടുത്ത് നോക്കിയേ, ക്യൂ എക്സിസ്റ്റ് ഇൻ മോണോ അറ്റോമിക്. ക്യൂ മോണോ അറ്റോമിക് ആണ്, ശരിയല്ലേ? നിയോൺ മോണോ അറ്റോമിക് അല്ലേ? കോമ്പൗണ്ട്സോ മോളിക്യൂൾസോ ഉണ്ടാക്കുമോ? ഇല്ല. ആൻഡ് ഫോം ആൻഡ് ആർ മോണോ അറ്റോമിക് ഫോം, സോറി ഒരു സിംഗിൾ സെൻറ്റൻസ് ആണ്, മോണോ അറ്റോമിക് ഫോം ആൻഡ് ആർ ക്യാൻ ഫോം RCl3 ആൻഡ് RCl5. RCl3 അല്ലേ, നോക്കിക്കേ, ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ പി എന്ത് ചെയ്തു, പി ആറുമായിട്ട് ചേർന്നപ്പോൾ എന്തുണ്ടാക്കി അല്ലേ, ഈ പറഞ്ഞ രൂപത്തിൽ P3R2 ആണ്. പക്ഷെ ഇവിടെ RCl3 എന്ന് കൊടുത്തത് അല്ലേ, RCl3 ഫോസ്ഫറസ് എന്ത് ചെയ്തു, ക്ലോറിനുമായിട്ട് ചേരുകയാണ്. അപ്പോൾ +3 ആണെങ്കിൽ ക്ലോറിൻ നമുക്കറിയാം എപ്പോഴും -1 ആണ്. ഇൻ്റർചേഞ്ച് ചെയ്യടാ, ഇൻ്റർചേഞ്ച് ചെയ്യ് അല്ലേ. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇയാൾ ഇങ്ങോട്ട് പോകും, ഇയാൾ ഇങ്ങോട്ട് പോകും, PCl3 എന്ന് നമുക്ക് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഈ +3ക്ക് പകരം +5 ആണെങ്കിലോ, +3ക്ക് പകരം +5 ആണെങ്കിലോ എന്ത് വരും, PCl5 അല്ലേ, PCl5. അപ്പോൾ PCl3 ഉണ്ടാക്കാം, PCl5 ഉണ്ടാക്കാം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഓപ്ഷൻ കൂടി നോക്കാം. P ഗെയിൻ 2 ഇലക്ട്രോൺ. P ഇലക്ട്രോൺ ഗെയിൻ ആണോ ചെയ്യുക, P ഇലക്ട്രോണിനെ ഗെയിൻ ആണോ ചെയ്യുക, അല്ല 2 ഇലക്ട്രോണിന് എന്ത് ചെയ്യും, അയാൾ കൊടുക്കുകയായിരിക്കും ഉണ്ടാവുക അല്ലേ. P എപ്പോഴും ഇലക്ട്രോൺ, മാഗ്നീഷ്യം ഇലക്ട്രോണിനെ കൊടുക്കുകയുള്ളൂ. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒരു പുതിയ ഒരു പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അത് നമുക്ക് നമ്മുടെ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഫോസ്ഫറസ് ക്യാൻ മേക്ക് 3 വാലൻസി വരാം, 5 വാലൻസി വരാം. അപ്പോൾ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ PCl3 ഉണ്ടാക്കാം, PCl5 ഉണ്ടാക്കാം. ഈ മോളിക്കുലർ ഫോർമുല ഇതിന് അറിയാമല്ലോ അല്ലേ. വാലൻസി മുകളിൽ എഴുതുക, മുകളിൽ എഴുതിയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, ഇവിടെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റിയതൊന്നുമില്ല. 1, 2, 3 ഒക്കെ ഉള്ളത് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല. The smallest and lightest positive ion was obtained from hydrogen and was called smallest and lightest positive ion അല്ലേ അല്ലേ. പ്രോട്ടോൺ ആണോ, ഇലക്ട്രോൺ ആണോ, ന്യൂട്രോൺ ആണോ? ഹൈഡ്രജനിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, ഹൈഡ്രജൻ നമുക്കറിയാടാ. ഹൈഡ്രജൻ എങ്ങനെ വരുന്നത്, 1 ഹൈഡ്രജൻ 1H1 അല്ലേ. അതിൽ 1 പ്രോട്ടോൺ ഉണ്ടാകും, 1 ഇലക്ട്രോണ് ന്യൂക്ലിയസിലുണ്ടാകും. ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താലോ, 1 ഇലക്ട്രോണ് റിമൂവ് ചെയ്താൽ ആര് മാത്രമായി, പ്രോട്ടോൺ മാത്രമായി. സോ ലൈറ്റസ്റ്റ് പോസിറ്റീവ് ചാർജ് ആരാണ്, പ്രോട്ടോൺ ആണ്. റെഡി? സോ ദ ആൻസർ ഈസ് പ്രോട്ടോൺ. ഹൈഡ്രജൻ ലൂസസ് ഇറ്റ്സ് ഓൺലി 1 ഇലക്ട്രോൺ ടു ഫോം സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്തായി മാറും, H+ അയോൺ ആയിട്ട് മാറും. അതെന്തിന് ഈക്വലാണ്, പ്രോട്ടോണിന് ഈക്വലാണ്. ഓക്കെ, ഇലക്ട്രോൺ നമുക്കറിയാം നെഗറ്റീവ്ലി ചാർജ് ആണ്, ന്യൂട്രൽ ആണ്. ആനോഡറൈസ് ഓഫ് സ്ട്രീം ഓഫ് പോസിറ്റീവ് അയോൺ നോട്ട് എ സിംഗിൾ പാർട്ടിക്കിൾ അല്ലേ. ആനോഡറൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും. റെഡി? ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ കണ്ടുപിടിക്കാൻ കഴിയേണ്ടതുണ്ട്. ഓക്കെ, എങ്കിലിതാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിന് ആൻസർ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഏജ് ഓഫ് ഫോസിൽസ് കാർബൺ 14 ആറ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാർബൺ 14 ആറ്റമാണ് ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാർബണിൻ്റെ അതർ ഐസോട്ടോപ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ഐസോട്ടോപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് ആൻസർ കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചോദ്യങ്ങളുടെയും നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ തന്നെയാണ്, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു, ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ നേരെ മൂക്ക് പിടിക്കുന്നതിന് പകരം ഒന്ന് വളഞ്ഞ് നമ്മൾ ബുദ്ധിയൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഒന്ന് എഴുതി നോക്കി ഫൈനൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റീഷൻ എക്സാമിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു എന്നോ, നിങ്ങൾ ഏത് സൂത്ര വഴിയിലൂടെ ചെയ്തു എന്നൊന്നും കോമ്പറ്റീഷൻ എക്സാം നോക്കുക, ഫൈനൽ ആൻസർ കിട്ടിയോ. ഓക്കെ, മാർഗത്തെക്കാൾ അപ്പുറത്ത് ലക്ഷ്യമാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും ഉണ്ട്. പക്ഷേ ആ ലക്ഷ്യം വെറുതെ കിട്ടുമോ,
ലക്ഷ്യം കറക്റ്റ് ആൻസർ വെറുതെ കൊടുക്കാൻ പറ്റുമോ? കറക്കി കുത്തിയിട്ട് ഒരു കാര്യമില്ല, ഒരു ക്വസ്റ്റിനും റെഡി ആകാൻ പോകുന്നില്ല. ഓക്കെ, മാത്രമല്ല മൈനസ് മാർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഉള്ള മാർക്ക് പോലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ കൺസെപ്റ്റുകൾ ക്ലിയർ ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ തല ഉപയോഗിക്കും, നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യും, നമ്മൾ കറക്റ്റായിട്ടുള്ള വഴിയിലൂടെ തന്നെ കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തും. ആ രൂപത്തിൽ നിന്നിട്ട് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ, ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്